ദീപനാളങ്ങൾ തിളങ്ങി. പൂക്കളൊരുക്കിയ പൂജാതലത്തിൽ പൂജിത ഗാനം മുഴങ്ങി. ദൈവം വസിക്കും, ദീപം ജ്വലിക്കും, ദേവാലയമാണീ വിശ്വം. ദൈവം വസിക്കും, ദീപം ജ്വലിക്കും, ദേവാലയമാണീ വിശ്വം. കാൽവരി ചൂഴും അൾത്താരയിലെന്നും യാഗമണയ്ക്കുന്നു ദൈവം. കാൽവരി ചൂഴും അൾത്താരയിലെന്നും യാഗമണയ്ക്കുന്നു ദൈവം. ഞാനുമണയുമീ ദേവാലയത്തിൽ യാഗമണയ്ക്കാൻ നിൻ സന്നിധിയിൽ. നിൻ ദിവ്യയാഗത്തിൻ ഗാനാലാപങ്ങളാൽ എൻ്റെ വിലാപം മുഴങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ മരിച്ചുപോയ എഡ്വിൻ, വിൻസെന്റ് സ്റ്റീഫൻ സീസൺ, വിൻസെന്റ് ജോസഫ് തോബിയാസ്, മേരി ജെയിംസ് എന്നിവരുടെ ആത്മശാന്തിക്കായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ മാതാവ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ തിരുനാൾ, രക്തസാക്ഷിയായ ഇഗ്നേഷ്യസ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇഗ്നേഷ്യസിനെ കുറിച്ച് ചരിത്രം പറഞ്ഞു വയ്ക്കുക. വചനത്തിൽ ഈശോനാഥൻ ഒരിക്കലും ഒരു ശിശുവിനെ എടുത്ത് അപ്പോസ്തലന്മാരുടെ മധ്യം നിർത്തിയിട്ട് ഈ ശിശുവിനെ പോലെ തന്നെ തന്നെ സ്വയം ചെറുതാക്കുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവനെന്ന് ആ ശിശുവിനെ എടുത്തു വെച്ച് ഈശോ പറഞ്ഞു വയ്ക്കും. ആ ശിശുവാണ് പിന്നീട് 69 അന്ത്യോക്യയിലെ മെത്രാനായിട്ട് മാറിയ വിശുദ്ധ ഇഗ്നേഷ്യസ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നിറഞ്ഞും ഈശോയുടെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശിഷ്യനുമായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് മതപീഡന സമയത്ത് ട്രാജൻ ചക്രവർത്തി 105 AD ഇഗ്നേഷ്യസിനെ പിടിച്ചുകൊണ്ടുവരികയും ഇഗ്നേഷ്യസിനോട് ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിൻ്റെ നിയമം പഠിപ്പിച്ചും അവരെ വഞ്ചിക്കുന്ന പിശാചിൻ്റെ ദൂതനാണോ നീ? ഇതിന് ഇഗ്നേഷ്യസ് നൽകുന്ന മറുപടി, ഞാൻ പിശാചിൻ്റെ ദൂതനല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ പുരോഹിതനാണ്. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചാണ് അവരെ ഓർമ്മപ്പെടുത്തുക. നല്ലവരായിട്ട് ജീവിക്കാനാണ് ഞാൻ അവരെ പഠിപ്പിക്കുക. പിന്നീട് രാജാവ് ഈ മെത്രാൻ്റെ 2 കരങ്ങളും ചങ്ങലായി ബന്ധിക്കുകയും വഴിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴൊക്കെ ഈ മെത്രാൻ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്, കർത്താവേ, നിന്നെ പ്രതി മരിക്കേണ്ടി വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുമ്പോഴും ചിലപ്പോഴെങ്കിലുമൊക്കെ അവർ കടിച്ചു കീറാതെ ഇരിക്കാറുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഗോതമ്പ് മണി അത് സ്വയം പൊടിയുന്നത് പോലെ എന്നെ ആ മൃഗങ്ങൾ കടിച്ചു കീറിക്കോട്ടെ. അങ്ങനെ ഈശോയുടെ വലിയ ഒരു അനുഗ്രഹമായിട്ട് നീ എന്നെ മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും AD 107 ഡിസംബർ 20 വിശുദ്ധ ഇഗ്നേഷ്യസ് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കപ്പെടുകയും പ്രധാനപ്പെട്ട എല്ലുകളല്ലാതെ ബാക്കിയെല്ലാം മൃഗങ്ങൾ കടിച്ചു കീറുകയും ചെയ്തു.
അങ്ങനെ ദൈവത്തിന് സുരഭിലമായ ഒരു സുഗന്ധമായിട്ട് ഈ വിശുദ്ധൻ മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരും, ഇന്നത്തെ സുവിശേഷവും നമ്മെ ഓർമ്മപ്പെടുത്തുക ഇതാണ്: ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവനെ സ്വർഗത്ത് ക്രിസ്തുവും ഏറ്റുപറയും. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവന് ഈശോ പറഞ്ഞു വയ്ക്കും, ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അതിനാലും നമ്മുടെ ജീവിതം വഴി, വാക്കുവഴി, പ്രവൃത്തി വഴിയൊക്കെ ദൈവത്തിനെ പ്രഘോഷിക്കുവാനും ദൈവത്തിനെ ഏറ്റുപറയുന്ന മനുഷ്യരായിട്ട് ജീവിക്കാനുമൊക്കെയുള്ള വലിയ കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തും നമ്മെ നിത്യജീവിതത്തിലേക്കും നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധരുടെ വിശ്വാസ പ്രഖ്യാപനത്താൽ അങ്ങ് സഭയുടെ ദിവ്യഗത്രം അങ്ങ് അലങ്കരിക്കുന്നുവല്ലോ. ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മഹത്വപൂർണമായ പീഡാസഹനം അദ്ദേഹത്തിന് നിത്യമഹിമ നൽകിയതുപോലെ അത് ഞങ്ങൾക്ക് നിത്യമായ സംരക്ഷണമായി ഭവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ.
ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരിക്കുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവൻ്റെ ശിരസ്സാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലയ്ക്കുമേൽ മനുഷ്യന് ആധിപത്യം നൽകി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾക്ക് സുശക്തമായ കോട്ട കെട്ടി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്തർഹതയാണുള്ളത്? ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവൻ ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. നിങ്ങളും സാക്ഷ്യം നൽകും. ഹല്ലേലൂയ. കർത്താവ്, അങ്ങ് വിശുദ്ധ സുവിശേഷത പ്രഘോഷണത ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെയും ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളി പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായും ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെ മുൻപിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തുത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, നീ
മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. സഹോദരരും എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മാമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ക്രിസ്തുവിൻ്റെ ഗോതമ്പ് മണിയായ വിശുദ്ധ ഇഗ്നേഷ്യസിന് പീഡാസഹനവും രക്തസാക്ഷിത്വവും വഴിയും നിർമ്മലപ്പമായി അങ്ങ് സ്വീകരിച്ചുവല്ലോ. ഞങ്ങളുടെ ഭക്തിയുടെ ഈ അർപ്പണം അങ്ങേക്ക് പ്രീതികരമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവും സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചും മുറിച്ചും തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസൻ എഡ്വിൻ, വിൻസെന്റ്, സ്റ്റീഫൻ സീസം, വിൻസെന്റ് ജോസം, ജോസഫ് തോബിയാസ്, മേരി ജെയിംസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായും അവിടത്തോടൊന്നായി തീർന്നിവരെയും അവിടത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേബിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്ത ശക്തി പ്രാപിച്ചും ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. എന്നേശുവേ, നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ. നിൻ സ്നേഹമോർത്താലെന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ. സ്നേഹിതർക്ക് വേണ്ടി സ്വന്ത ജീവനേ ഏകിടുന്നതിൽ പരം സ്നേഹമോ. പാപിയായ മർത്യനായി പോലുമാ ജീവനേകിടും മഹത് സ്നേഹമേ. സ്നേഹിതർക്കു വേണ്ടി സ്വന്ത ജീവനേ ഏകിടുന്നതിൽ പരം സ്നേഹമോ.
പാപിയായ മർത്യനായി പോലുമാ ജീവനേകിടും മഹത് സ്നേഹമേ. എന്നേശുവേ നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ. നിൻ സ്നേഹമോർത്താലെന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ, ഓ നിത്യമാം സ്നേഹമേ. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ഒരു ശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ ഒരു രക്തമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. മിശിഹായുടെ തിരുവിലാവിലെ ജലമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എൻ്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയം ദ്രവദിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ സ്വർഗീയ ജന്മദിനത്തിൽ ഞങ്ങൾ സ്വീകരിച്ച സ്വർഗീയപ്പം ഞങ്ങളെ നവീകരിക്കുകയും പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്ത്യാനികളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞവൾ മേരി, പൂർണ്ണലാവണ്യധാമമാം റാണി, സൂര്യനവൾക്കു വസനം, ചന്ദ്രൻ സുന്ദര പാദോപദാനം. സൂര്യനവൾക്കു വസനം, ചന്ദ്രൻ സുന്ദര പാദോപദാനം.